ഷേച്ചി നമസ്കാരം. നമസ്കാരം. രാജ്യം തന്നെ ശ്രദ്ധിക്കുന്ന വലിയ ചടങ്ങാണ് നാളെ അയോധ്യയിൽ നടക്കാൻ പോകുന്നത്. അതിൽ ക്ഷണം ലഭിച്ച് വന്ന അതിഥി എന്ന നിലയ്ക്ക് എന്താണ് പറയാനുള്ളത്? അയോധ്യയിൽ എത്തുക, പ്രാണപ്രതിഷ്ഠ മഹോത്സവത്തിൽ പങ്കെടുക്കാൻ സാധിക്കുക എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു മഹാഭാഗ്യമായിട്ടാണ് കാണുന്നത്. എനിക്ക് ഞാനതിനെ നമ്മുടെ പൂർവികർ ചെയ്തിട്ടുള്ള പുണ്യത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കുന്നു ആണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം ദൈവത്തിനോട് പ്രത്യേകമായിട്ട് നന്ദി പറയുന്ന പൂർവികരെ ഞാൻ ഈ സമയത്ത് ഓർക്കുകയാണ്. പിന്നെ ഞാനൊക്കെ എന്ന് പറയുമ്പം ശ്രീരാമസ്വാമി ചെറുപ്പത്തിലൊക്കെ നമ്മൾ വളർന്നു വരുമ്പോൾ അച്ഛനും അമ്മയും അമ്മമാർ ശ്രീരാമസ്വാമി, ലക്ഷ്മണൻ, സീത, ഹനുമാരെന്നൊക്കെ പറഞ്ഞിട്ട് വന്ന് അങ്ങനെ ആ ഒരു ഇതിൽ അയോധ്യയിലെത്തുക. പിന്നെ അതിൻ്റെ ഭാഗമായിട്ടൊക്കെ നമ്മൾ അമ്പലത്തിൽ പോയി ഇരുന്നത് തിരുവങ്ങാട്ട് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ഞാൻ സ്പോർട്സ് ചെയ്യുമ്പോഴൊക്കെ എപ്പോഴും പോകുമായിരുന്നു. അപ്പോൾ അങ്ങനെ അയോധ്യയിലെത്തുക എന്ന് പറഞ്ഞാൽ മഹാഭാഗ്യം തന്നെയാണ്, പ്രത്യേകിച്ചും കർമ്മത്തിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത്. അയോധ്യയിലേക്ക് ആദ്യമായിട്ടാണോ വരുന്നത്? ഞാൻ ആദ്യമായിട്ട് അയോധ്യയിൽ വരുന്നത്. പുതിയ വിമാനത്താവളത്തിൽ ഇറങ്ങി ഏതാണ്ട് ഒരു 5-6 കിലോമീറ്റർ സഞ്ചരിച്ചു. അപ്പം അയോധ്യയുടെ പുതിയ വികസനമൊക്കെ ഒരുപാട് നടത്തിയിട്ടുണ്ട്. അവിടെ കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു. അവർ വളരെയധികം ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. പ്രത്യേകിച്ച് എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ നമ്മൾ പണ്ട് പഠിച്ച കഥകളൊക്കെ ഇങ്ങനെ ചിത്രമായിട്ട് ഒരു ചിത്രമായിട്ട് ഇങ്ങനെ ശ്രീരാമൻ്റെയും സീതയുടേതും ലക്ഷ്മണന്മാരുടെ ഒക്കെ ചിത്രമൊക്കെ വെച്ചിട്ട് ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട് ഇവിടെ. പിന്നെ ഈ മാതൃഭൂമി കാണുന്ന ആളുകളോട് ഇപ്പോൾ നാളത്തെ ചടങ്ങുമായി ബന്ധപ്പെട്ട് എന്താണ് ഉഷേച്ചിക്ക് പറയാനുള്ളത്? എല്ലാവരും ഇതിൻ്റെ ഭാഗമാകുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം ഇതൊരു മഹാഭാഗ്യമാണ്. കാരണം എപ്പോഴും വരുന്നതല്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ ഭാഗമാകുക, എല്ലാവരും പ്രാർത്ഥിക്കുക. എന്താ പറയുക, വിശ്വാസികൾ എല്ലാം പ്രാർത്ഥിക്കുക. പിന്നെ കാരണം ഈ എപ്പോഴും വരുന്നൊരു അവസരമല്ലല്ലോ ഇത്. അപ്പം ഞാനൊക്കെ അതിൽ മഹാഭാഗ്യമായിട്ടാണ് കാണുന്നത്. ഒരു കാര്യം കൂടി, ഇപ്പോൾ നാളത്തെ ദിവസം വിളക്ക് കത്തിക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് ഇപ്പോൾ നമ്മുടെ ഗായിക KS ചിത്രക്കെതിരെയൊക്കെ വലിയ സോഷ്യൽ മീഡിയയിൽ അക്രമമൊക്കെ ഉണ്ടായിരുന്നു. അത് ശ്രദ്ധിച്ചിരുന്നു. അതിനോടൊക്കെ എന്താ പറയുന്നത്? അതിന് KS ചിത്രയ്ക്ക് അത് പറഞ്ഞപ്പോൾ അത് എന്താ മലയാളത്തിൽ പറഞ്ഞപ്പം പിന്നെ ആൾക്കാരത് വൈറലാക്കി പ്രശ്നം ഉണ്ടാക്കിയെങ്കിലും ഒരു തമിഴിലും പറഞ്ഞില്ലേ. അത് ഓരോരുത്തരുടെ വിശ്വാസമല്ലേ, അവർ വിശ്വസിക്കുന്നു. അവർ വിശ്വാസികളോട് ദീപം തെളിയിക്കാൻ പറയുന്നു. എന്താ ഉള്ളത്? നമുക്ക് ഓരോരുത്തരുടെ വിശ്വാസമാണ് അത്. അപ്പം വിശ്വാസികളൊക്കെ ദീപം കത്തിക്കുക, പ്രാർത്ഥിക്കുക എന്നൊക്കെ ഞാനും പറയും. ശരി, താങ്ക് യു ചേച്ചി. നാളത്തെ പരിപാടി ഉഷാറായിട്ട് പങ്കെടുക്കും. ചേച്ചി മാത്രമല്ല, ഭർത്താവ് ശ്രീനിവാസൻ ചേട്ടനും കൂടി എത്തിയിട്ടുണ്ട്. എന്തായാലും ഇതുപോലെ 7000 ക്ഷണിക്കപ്പെട്ട അതിഥികൾ ഉൾപ്പെടെ 10,000 കണക്കിന് പേർ നാളെ അയോധ്യയിലുണ്ടാവും.